ഇനി അതിൻ്റെ പാർട്ട് 2 മുഴുവനും ഒന്നിച്ചെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒന്നും കൂടി ചൊല്ലിയിട്ട് നമുക്ക് ഓരോ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഒന്ന് നോക്കിയിട്ട് ശ്ലോകത്തിൻ്റെ മുഴുവൻ അർത്ഥം നോക്കാം. നഖാനാമുദ്യോതൈർനവനളിനരാഗം വികസതാം കരാണാം തേ കാന്തിം കഥയ കഥയാമ കഥമുമേ കയാചിത്വാ സാമ്യം ഭജതു കലയാ ഹന്തകമലം യതി ക്രീഡല്ലക്ഷ്മീ ചരണതലലാക്ഷാരസചണം. ഇവിടെ നഖാനാമുദ്യോതൈഹി, നഖാനാം നഖങ്ങളുടെ, ഉദ്യോതൈഹി എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച കാന്തി, വർദ്ധിച്ച ശോഭയാൽ, വർദ്ധിച്ച കാന്തിയാൽ നവനളിന രാഗം. നവനളിന രാഗം എന്ന് പറഞ്ഞാൽ പുതിയതായി വിടർന്നു വന്ന ചെന്താമര പൂവിൻ്റെ ആ ചുവപ്പ് കളറ്. നവ എന്ന് പറഞ്ഞാൽ പുതിയത്, ഫ്രഷ്. നളിനം താമര, രാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭംഗി. അപ്പോൾ പുതിയതായി വിടർന്ന ചെന്താമരപ്പൂവിൻ്റെ ചുവപ്പിനെ വിഹസതാം പരിഹസിക്കുന്ന, കരാണാം തേ എന്ന് പറഞ്ഞാൽ നിന്തിരുവടിയുടെ ദേവിയുടെ, കരാണാം കൈകളുടെ, കാന്തിം കഥയ കാന്തിയെ പറഞ്ഞാലും. നമുക്കൊന്നും പറയാൻ പറ്റുമോ ദേവിയുടെ കൈകളുടെ കാന്തിയെ? അപ്പം കഥയാമ കഥം, ഞങ്ങൾ എങ്ങനെ പറയുന്നു, ഞങ്ങളെ കൊണ്ട് എങ്ങനെ പറയാൻ പറ്റും? അപ്പം പറയാണ്, കഥം ഉമേ, അല്ലയോ പാർവതി ദേവി അങ്ങ് പറഞ്ഞാലും. ഇനി കയാചിദ്വ, യാതൊരു വിധത്തിൽ, സാമ്യം ഭജതു, സാമ്യം എന്ന് പറഞ്ഞാൽ തുല്യത ഭവിക്കുന്നുവോ, പ്രാപിക്കുന്നുവോ, കലയാ അല്പമെങ്കിലും, കല എന്ന് പറഞ്ഞാൽ ഒരംശം, ഇവിടെ കലയുടെ അർത്ഥം അംശം എന്നാണ്. അല്പമെങ്കിലും, ശകലമെങ്കിലും, അതായത് ഒരു അല്പമെങ്കിലും തുല്യതയെ പ്രാപിക്കുകയാണെങ്കിൽ, കഷ്ടം, ഹന്ത എന്ന് പറഞ്ഞാൽ കഷ്ടം, കമലം യതി താമര എങ്കിൽ അതിൽ ക്രീഡിക്കുന്ന, ക്രീഡത് ലക്ഷ്മീ ചരണതലം, അതിൽ ക്രീഡിക്കുന്ന ആ താമരപ്പൂവിൽ കളിക്കുന്ന ലക്ഷ്മി ദേവിയുടെ പാദതലം ഉള്ളംകാല്, ലാക്ഷാരസചണം, ആ ഉള്ളംകാല് പാദതലത്തിലുള്ള ഉള്ളംകാലിലുള്ള ചെമ്പഞ്ഞിച്ചാറ് പറ്റിയാൽ, മൈലാഞ്ചി കൊണ്ട് ഉള്ള ചുവപ്പെന്ന് നമുക്കെടുക്കാം. ചെമ്പഞ്ഞിച്ചാറ് കൊണ്ടാണ് ദേവി, അങ്ങനെ ഒരു ഫ്രൂട്ടുണ്ട്, അതിൻ്റെ ചാറ് കൊണ്ട് ദേവിയുടെ കാല് ചുവന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം ആ ചെമ്പഞ്ഞിച്ചാറ് പറ്റിയാൽ, അതിൻ്റെ ആ ചുവപ്പ് പറ്റിയാൽ ചിലപ്പം അതിനോട് തുല്യത പറയാൻ പറ്റുമായിരിക്കും, സാമ്യം പറയാൻ പറ്റുമായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പം ഇനി അർത്ഥം എന്താണെന്ന് നോക്കാം. നഖാനാമുദ്യോതൈർനവനളിനരാഗം വിഹസതാം കരാണാം തേ കാന്തിം കഥയ കഥയാമ കഥമുമേ കയാചിദ്വാ സാമ്യം ഭജതു കലയാ ഹന്തകമലം. അവിടെ ഹന്ത എന്നുള്ളത് ആശ്ചര്യത്തെ കാണിക്കുന്നത്, കഷ്ടം എന്ന്. യതി ക്രീഡത് ലക്ഷ്മീ ചരണതലലാക്ഷാരസചണം, അതിൽ ക്രീഡിക്കുന്ന ലക്ഷ്മി ദേവിയുടെ പാദതലത്തിലുള്ള ചെമ്പഞ്ചിച്ചാറ് പറ്റിയാൽ ചെന്താമരപ്പൂവ് ചിലപ്പം ഹന്ത കഷ്ടം അല്പമെങ്കിലും തുല്യതയെ പ്രാപിക്കുമായിരിക്കും എന്ന്. അപ്പം ഇവിടെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയണേ, അല്ലയോ പാർവതി ദേവി, നഖങ്ങളുടെ വർദ്ധിച്ച കാന്തിയാൽ പുതിയതായി വിടർന്ന ചെന്താമരപ്പൂവിൻ്റെ ചുവപ്പിനെ നിന്ദിക്കുന്ന നിന്തിരുവടിയുടെ കൈകളുടെ കാന്തിയെ ഞങ്ങൾ എങ്ങനെ വർണ്ണിക്കാനാണ്, അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ വർണ്ണിക്കും? പറഞ്ഞാലും ചെന്താമരപ്പൂവ് യാതൊരു വിധത്തിലും അല്പമെങ്കിലും തുല്യതയെ പ്രാപിക്കുമോ? കഷ്ടം, അതിൽ
ക്രീഡിക്കുന്ന ലക്ഷ്മി ദേവിയുടെ പാദതലത്തിലുള്ള ചെമ്പഞ്ഞിച്ചാറ് പറ്റിയാൽ പക്ഷേ തുല്യതയെ പ്രാപിക്കും. അപ്പോൾ ദേവിയുടെ കാലിലെ ചെമ്പഞ്ഞിച്ചാറ് പറ്റിയ ആ ചുവപ്പ് ആ താമരയുടെ ചുവപ്പിനേക്കാൾ കൂടുതലെന്നർത്ഥം. അപ്പം എന്താണിവിടെ രാവിലെ പ്രഭാതത്തിൽ പുതിയതായിട്ട് വിടർന്നു വരുന്ന ആ ചെന്താമരപ്പൂവിൻ്റെ ശോഭയെ നിന്ദിക്കുന്ന തരത്തിലുള്ളതാണ് ദേവിയുടെ കൈകളെ അല്ലെങ്കിൽ കാലുകളുടെ ഉള്ളംകാലിൽ പറ്റിയിരിക്കുന്ന ആ ചെമ്പരഞ്ഞിച്ചാറ്. അപ്പം ഈ താമരപ്പൂവ് ലേശമെങ്കിലും സമമാകുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഈ പൂവിൽ കളിക്കുന്ന ലക്ഷ്മി ദേവിയുടെ കാലടികളിലുള്ള ചെമ്പഞ്ഞിച്ചാറ് പറ്റിയാൽ ചിലപ്പം സമമാകുമായിരിക്കും. പ്രകൃത്യാ ദേവിയുടെ കൈകളും നഖകാന്തികളുടെ വ്യാപ്തിയാൽ ചുവന്ന് തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ അലങ്കാരം അതിശയോക്തി എന്ന വൃത്തമാണ്. നഖാനാമുദ്യോതൈർനവനളിനരാഗം വികസതാം കരാണാം തേ കാന്തിം കഥയാമ കഥമുമേ കയാചിദ്വാ സാമ്യം ഭജത് കലയാഹന്തകമലം യതി ക്രീഡദ്ലക്ഷ്മീ ചരണതലലാക്ഷാരസചണം. അല്ലയോ പാർവതീദേവി, നഖങ്ങളുടെ വർദ്ധിച്ച കാന്തികളാൽ പുതിയതായി വിടർന്ന ചെന്താമരപ്പൂവിൻ്റെ ചുവപ്പിനെ നിന്ദിക്കുന്ന തരത്തിലുള്ള അങ്ങയുടെ കൈകളുടെ കാന്തിയെ ഞങ്ങൾ എങ്ങനെ വർണ്ണിക്കും? പറഞ്ഞാലും ചെന്താമരപ്പൂ യാതൊരു വിധത്തിലും അല്പമെങ്കിലും തുല്യതയെ പ്രാപിക്കുമോ? കഷ്ടം. അതിൽ ക്രീഡിക്കുന്ന ലക്ഷ്മി ദേവിയുടെ പാദതലത്തിലുള്ള ചെമ്പഞ്ഞിച്ചാറ് പറ്റിയാൽ പക്ഷേ തുല്യതയെ പ്രാപിക്കും എന്ന് സാരം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഹരിയോ. അമ്മേ നാരായണ. സകലം ശ്രീ ദേവ്യാർപ്പണമസ്തു.